ഇന്നലെ ഡിപിക്കോളജിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഡിപിക്കോളജിയുടെ ഭാഗമായിട്ടുള്ള ഇക്കോ സോഷ്യോളജി ആണ് നമ്മൾ ഇന്നലെ സ്പർശിച്ചത്. ഇക്കോ ബയോളജിയിലൂടെ ഒന്ന് കയറിപ്പോയി. ഇക്കോ സൈക്കോളജി എന്ന വിഷയമാണ് നമുക്ക് ഇനി എടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഒന്ന് പറയാം. ഇക്കോ സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ച കേന്ദ്രിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്ര നിരീക്ഷണം, അന്വേഷണം എന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്രം എന്ന് വെച്ചാൽ സമൂഹം എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. പൊതുവിൽ സോഷ്യോളജി അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത് മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്ര പഠനം മാത്രം നടക്കും. അതേസമയം മനുഷ്യനും മറ്റ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളും സമഗ്രമായി ഒന്നായി നിൽക്കുന്ന ആ സംവിധാനത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് 21ാം നൂറ്റാണ്ടിന്റെ ഈ ഒരു രണ്ടാം ദശകത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വളരെ വലിയ ഇഷ്യൂസ് ഫേസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഒരു സംവിധാനത്തിന് ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനത്തിനും അന്വേഷണത്തിനും ഇത്രയേറെ പ്രസക്തി വരുന്നത്. അപ്പോൾ മനുഷ്യകേന്ദ്രിതമല്ലാത്ത ഒരു സമൂഹം എന്താണ്? ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന്, ഇന്ത്യ മഹാരാജ്യത്തെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഏതാനും കോടി മനുഷ്യർ മാത്രമാണോ വരിക, അതോ കോടാനുകോടികൾ വരുന്ന ജീവജാലങ്ങൾ കൂടെ ഉൾക്കൊള്ളുന്നു? ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാസംവിധാനത്തിന്റെ ഇടയിൽ മനുഷ്യൻ മാത്രം നിലനിന്ന് പോകുന്ന ഒരു സംവിധാനം ഒരിക്കലും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പഠനം ഇതിന്റെ എല്ലാത്തിൻ്റെയും രൂപം മുഴുവനായിട്ടും കാണേണ്ടതുണ്ട്, സമഗ്രമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ അന്വേഷണത്തിൽ എന്താണ് ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ ഘടന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ സംവിധാനം, സമൂഹം എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്ന ആ വിളിപ്പേരിനും അപ്പുറത്ത് അതിന് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തെ നമ്മൾ വ്യവസ്ഥ എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കിയത്. എന്താണ് ഒരു വ്യവസ്ഥ? സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ജീവൽ വ്യവസ്ഥ എന്നൊക്കെ പറയപ്പെടുന്നതിലെ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം സാധനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു സമൂഹം, കൂട്ടം, അല്ലെ? ഈ ഒരു കൂട്ടം സാധനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിന്റെ ഓരോ ഘടകങ്ങൾ തമ്മിലും ഇതിനകത്തെ ഘടകങ്ങളും പുറത്തെ ഘടകങ്ങളും തമ്മിലും ഈ സമൂഹവും മറ്റ് സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും അവയ്ക്കിടയിലുള്ള ഘടകങ്ങളും അവയ്ക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും അവയ്ക്കിടയിലുള്ള അറിവുകളും അവയ്ക്കിടയിലുള്ള ബലങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു മഹാസംവിധാനമാണ് വ്യവസ്ഥ. സമൂഹം തന്നെയാണ് വ്യവസ്ഥ. പക്ഷെ സമൂഹം എന്ന് പറയുന്നത് അതിന്റെ ഘടകങ്ങളെല്ലാം തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പേരുണ്ട്. ഈ 12 പേർ ചേർന്നാൽ ഈ സമൂഹമായി, കൂട്ടമായി. 12 പേരുള്ള ഒരു വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ജോബിന്റെ തമാശകളും സൻഫിയുടെ വിവരക്കേടുകളും നമ്മുടെ കുട്ടികളുടെ കുസൃതികളും പിന്നെ മനുവിന്റെ ഗണിതവും കരുണയും ആത്മാർത്ഥതയും അഭിമാനവും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ആ മഹാസംവിധാനം, ഈ തമാശകൾ, നമുക്കിടയിൽ ഈ 3 ദിവസം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഹൃദയബന്ധം. നമ്മളിതെല്ലാം ഈ 12 വ്യക്തികളും 12 വ്യക്തികളായിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഇവിടെ പുതിയ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അയാളെ നീ നോക്കിക്കോ എന്നുള്ള ഭാവത്തിൽ എല്ലാവരും ഇരിക്കും, അല്ലേ? അതേസമയം ഇപ്പൊ ഒരാൾ കയറി വന്നു കഴിഞ്ഞാലോ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അയാളെ പോയി കൈകാര്യം ചെയ്യാൻ പറ്റും. അയാൾക്ക് അറിയുന്ന പോലെ കൈകാര്യം ചെയ്ത് അയാളെ ഇതിന്റെ ഭാഗമാക്കിയെടുക്കാൻ ഇത്രയും പേർക്കും കഴിയും, അല്ലേ? ഇത് നമുക്കിടയിൽ ഉണ്ടായി വന്ന ഹൃദയബന്ധത്തിന്റെയും നമ്മൾ മനസ്സിലാക്കലിന്റെയും ഒക്കെ കൂടെ കൂടിച്ചേർന്നൊരവസ്ഥയാണ്. അതാണ് ഈ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹം എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് അതൊരു കൂട്ടം മാത്രമാണ്.
കൂട്ടത്തിന്റെ ഇന്ററാക്ഷൻ എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതൊരു വ്യവസ്ഥയായിട്ട് മാറുന്നത്, സാമൂഹ്യ വ്യവസ്ഥയായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആ വ്യവസ്ഥ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതുണ്ട്. വ്യവസ്ഥയ്ക്ക് ഒരു ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് കിടക്കാം. അത് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ സമൂഹം എന്ന് പറഞ്ഞു. അതിന്റെ വ്യവസ്ഥകളുടെ ഘടകങ്ങളെല്ലാം ചേർന്നതും അതിനേക്കാൾ കുറെ കൂടുതലും ചേർന്നതാണ് വ്യവസ്ഥ, അല്ലെ? ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോ ആയില്ലല്ലോ, വ്യവസ്ഥയായോ? ഇല്ല. അതിനേക്കാൾ കുറെ കൂടുതൽ എന്താണ്? നമുക്കിടയിലുള്ള പരസ്പര ബന്ധം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ മനസ്സിലാക്കലുകൾ, അല്ലെ? നമുക്ക് അകത്തും പുറത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ. ഇന്നലെ ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നു, അല്ലെ? നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാനും അതിന്റെ കൂടെ ഒരു ദിവസം നിൽക്കാനുമായിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നു. അവരും ഇതിന്റെ പാർട്ടായി. നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അത് പോയി. അതുകൊണ്ട് നമ്മളുടെ പരിപാടി കുറച്ച് വൈകി, അല്ലെ? കുറെ കാര്യങ്ങൾ നമുക്ക് മുൻപോട്ട് അതേ വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ആർക്കെങ്കിലും പരിഭവമുണ്ടോ? ഇത് ഈ ഒഴുക്കിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനനുസരിച്ച് എല്ലാവരും അനുരൂപപ്പെട്ടു, എല്ലാവരും അതിനനുസരിച്ച് ക്രമീകരിച്ചു. അപ്പോ ഈ ഘടകങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഒരല്പം കൂടുതൽ ചേർന്നതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? വ്യവസ്ഥകളുടെ ആദിമ രൂപം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രൂപം എന്താണ്? നമ്മൾ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ രൂപം എന്നുള്ള രൂപത്തിലേക്ക് തന്നെ, ഏറ്റവും ചെറിയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ പോയി നോക്കി. പ്രാഥമിക മൂല വസ്തുക്കൾ മുതൽ പ്രപഞ്ചം വരെ പ്രാഥമിക മൂല വസ്തുക്കൾ ചേർന്നിട്ട് കണങ്ങൾ ഉണ്ടാവുന്നു, കണങ്ങൾ ചേർന്നിട്ട് ആറ്റങ്ങൾ ഉണ്ടാവുന്നു, ആറ്റങ്ങൾ ചേർത്തിട്ട് തന്മാത്രകൾ ഉണ്ടാവുന്നു, അവ ചേർന്നിട്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്നു, സംയുക്തങ്ങൾ ഉണ്ടാവുന്നു, അവ ചേർന്നിട്ട് ജൈവ വസ്തുക്കൾ ഉണ്ടാവുന്നു, ജൈവ വസ്തുക്കൾ ചേർന്നിട്ട് ജൈവ വസ്തുക്കൾ ഉണ്ടാവുന്നു, അജൈവ വസ്തുക്കളും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ജൈവ വസ്തുക്കൾ ഉണ്ടാവുന്നു, അവ ചേർന്നിട്ട് ജൈവവസ്തു എന്ന് വെച്ചാൽ എന്തൊക്കെയാ? പ്രോട്ടോപ്ലാസം പോലുള്ള കാര്യങ്ങൾ, പ്രോട്ടോപ്ലാസങ്ങളും അതുപോലുള്ള ഘടകപദാർത്ഥങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് കോശങ്ങൾ ഉണ്ടാവുന്നു, കോശങ്ങൾ ചേർന്നുകൊണ്ട് കലകൾ ഉണ്ടാവുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാവുന്നു, അവയവങ്ങൾ ചേർന്ന് ജീവി ഉണ്ടാവുന്നു, ജീവികൾ ചേർന്ന് ജീവിവർഗം ഉണ്ടാവുന്നു, ജീവിവർഗങ്ങൾ ചേർന്നിട്ട് ജൈവ സമൂഹം ഉണ്ടാവുന്നു, ജൈവ സമൂഹവും അജൈവ സമൂഹവും ചേർന്നിട്ട് ഭൂമി എന്ന ഗോളം ഉണ്ടാവുന്നു. ഭൂമി എന്ന ഗോളത്തെ പോലെ, ഗ്രഹത്തെ പോലെ കുറേയേറെ ഗ്രഹങ്ങൾ ചേർന്ന് സൂര്യന് ചുറ്റും കറങ്ങുന്ന സമയത്ത് അത് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥമാകുന്നു. സൗരയൂഥങ്ങൾ ചേർന്നിട്ട് ഗാലക്സികൾ ഉണ്ടാവുന്നു. അത്തരം ഗാലക്സികൾ ചേർന്നിട്ട് പിന്നെ നമുക്കറിയില്ല പ്രപഞ്ചം വരെ എന്തൊക്കെയാണുള്ളതെന്ന്, പ്രപഞ്ചം വരെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളിൽ നമ്മൾ ഇന്നലെ അതിന്റെ ചിത്രം കാണിച്ചത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ്. മുകളിൽ പ്രാഥമിക മൂല വസ്തു, അങ്ങനെ വന്ന് പ്രപഞ്ചം വരെയുള്ളത്. ഇങ്ങനെ വരച്ച വരയ്ക്കിടയിൽ ഇടയിലാണ് ഈ മറ്റേ ജൈവ വസ്തു അല്ലെങ്കിൽ ഓർഗാനിക് എലമെന്റ് എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത്, അല്ലേ? ഞാനുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അല്ലേ? എന്റെ സൈഡില് ഞാനുണ്ട്, പൊന്നിയുണ്ട്, ഷാജഹാനുണ്ട്, ജോബിനുണ്ട്, മനു ഉണ്ട്, രത്നാകരനുണ്ട്, സുഭാഷുണ്ട്, സൻഫിയുണ്ട്, രാധയുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അതേ തലത്തിൽ നിൽക്കുന്ന വേറെ കുറേ ജീവികളുടെ, കുറേ ഓർഗാനിസത്തിന്റെ ഒരു തലം ഇവിടെ നിൽക്കുന്നുണ്ട്, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഹൊറിസോണ്ടൽ ആയിട്ട് ഞാനും എൻ്റെ സഹകാരികളുമായിട്ടുള്ള ഒരു സമൂഹം ഇങ്ങനെ നിൽക്കുന്നു, അല്ലേ? അതിന്റെ തൊട്ട് താഴെയായിട്ട് സഹകാരികളെല്ലാം നിൽക്കുന്നു. അതിന്റെ തൊട്ട് താഴെയായിട്ട് പട്ടികൾ, പൂച്ചകൾ, കടുവകൾ ഇങ്ങനെ നിൽക്കുന്നത്, ജന്തുവർഗം നിൽക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട്, ഈ പരപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതിന്റെ തൊട്ട് താഴെയായിട്ട് മരങ്ങൾ, സൂക്ഷ്മജീവികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ്, വെർട്ടിക്കലായിട്ട് അറേഞ്ച്മെന്റ് പോലെ തന്നെ ഇങ്ങനെ അതായത് സമൂഹത്തിൻ്റെതായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ഘടകങ്ങളും കൂടെ ഇങ്ങനെ ചേർന്ന് വരുന്നു. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു തലത്തിനെ മാത്രമാണ് സമൂഹം എന്ന് വിളിക്കുന്നത്. അത് മാത്രമാണ് സമൂഹം. അതും ചെടികളും കൊടികളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇപ്പുറത്തുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പരപ്പ് തന്നെയുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലെവലല്ല, പല ലെവലുകളുള്ള പരപ്പ് തന്നെയുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമം. ഇനിയോ, ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് ശേഷം ആരാണ് ചോദിച്ചാ ബാവ, അല്ലെ? എൻ്റെ അച്ഛനും ഒക്കെ എൻ്റെ തൊട്ടപ്പുറത്ത്, അല്ലെ? പുറകില്. അങ്ങനെ
അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും പുറകില് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളും ഒക്കെ അതിനുശേഷം വരുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നു. സെഡ് ആക്സിസ്, എക്സ് ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഇങ്ങനെ പോകുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെയൊക്കെ വര വരയ്ക്കും. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ 0 എന്ന് പറയുക സാധാരണ ഗ്രാഫില്, അല്ലേ? അതാണ് 0. ഈ 0-ത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിരിക്കുന്നത് ഈ 0-ത്തിലാണ്, അല്ലെ? അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. നിങ്ങളെ ഞാൻ കാണുന്നത് അവിടെ നിന്നാണ്. എന്തിന്? എന്നെ കാണുന്നതും അവിടെ നിന്നിട്ടാണ്. ഞാൻ എന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ അഹം ഇരിക്കുന്നത് ആ 0 എന്നുള്ള പോയിന്റിലാണ്. ഈ കാര്യത്തെ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിലൊരു മാർഗം പറയാം. ഇന്നലെ നമ്മൾ വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, ഇവയെല്ലാം കാലാകാലത്തിനനുസരിച്ച് ചക്രങ്ങളായിട്ട് ഇങ്ങനെ ചാക്രിക ക്രമത്തിൽ ഇങ്ങനെ ചുറ്റിയാണ് മുൻപോട്ട് പോകുന്നത്, അല്ലേ? വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസിന്റെ കാര്യം പറഞ്ഞു. അതായത് ആദിമൂല വസ്തുമൂല പ്രപഞ്ചം വരെയുള്ള ഒരു ഒഴുക്ക്, അതിന്റെ ഇടയിൽ ഞാൻ നിൽക്കുന്നു. സമൂഹത്തില് എന്റെ സഹകാരികളായിട്ടുള്ള നിങ്ങൾ ഇത്രയും പേര്, എന്റെ നാട്ടുകാർ, എന്റെ രാജ്യക്കാർ എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ ഒരു തലം, അതിന്റെ തൊട്ട് താഴെയായിട്ട് അതിന് പാരലായിട്ട് തന്നെ പട്ടികളും പൂച്ചകളും ഒക്കെ ചേർന്ന് എന്റെ അടുത്ത് നിൽക്കുന്ന ജീവികളൊക്കെ ചേർന്ന ഒരു തലം, അല്ലെ? ഇങ്ങനെ ഒരു തലം. അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള തലം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു തലം. അതില് ഞാൻ ചാക്രിക ക്രമത്തിനനുസരിച്ച് എന്റെ പൂർവ്വപിതാക്കന്മാര് മുതൽ ഞാനിലൂടെ എന്റെ മക്കളിലൂടെ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ക്രമം, അല്ലെ? ഇങ്ങനെ ഒരു വര, ഇങ്ങനെ വട്ടം ചുറ്റി മുൻപോട്ട് പോകുന്ന ഒരു വര. ഇതിനെ നമ്മൾ ഒരൊറ്റ പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചിത്രമാണ് കാണുന്നത് അറിയോ? ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്നുള്ള ചിത്രം കാണും. ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ ലോഗോ കണ്ടില്ലേ? ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന്റെ ലോഗോ കണ്ടില്ലേ? ഒരു കുരിശും ഒരു വട്ടവും. ആ ചിത്രം ഓർത്താ മതി. അപ്പൊ ഈ ചിത്രം നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അത് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോ ഇതിന്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നത്, നാം എന്ന് മനസ്സിലാക്കുന്നത്, എന്തിനേയും മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നിന് ജീവനുണ്ടോ ഇല്ലയോ? ഭൂമിക്ക് നമുക്ക് ജീവനുണ്ട്, നമുക്കറിയാം. ജീവൻ വസ്തുവിന്റെ സ്വഭാവം എന്താണ്? സ്വയം പരിചരണം, സ്വയം സംരക്ഷണം, പ്രത്യുൽപാദനം എന്ന് പറയുന്നത് സ്വയം നിർദ്ധാരണം ചെയ്യുന്ന ഒരവസ്ഥ. എന്ത് സ്വയം നിർദ്ധാരണം ചെയ്യലെന്ന് പറയുന്നത്? ഇപ്പൊ ഒരു വ്യവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ വ്യവസ്ഥയിലെ കുറെ സാധനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണല്ലേ. ആരാണ് ഒരുമിച്ച് ചേർക്കുന്നത്? ഇപ്പൊ ഒരു ബൈക്കിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതൊരു ബൈക്കായിട്ട് ഓടും. അതെല്ലാം ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ, ബൈക്കിന്റെ സാധനങ്ങളെല്ലാം കടയിൽ പോയി എല്ലാ സാധനങ്ങളും വീതം വാങ്ങിച്ചിട്ട് ഒരിടത്ത് വന്ന് കൂട്ടിയിട്ടാൽ ബൈക്കാവുമോ? ഇല്ല. അവയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഒരു മെക്കാനിക്ക് ക്രമീകരിക്കണം, അല്ലെ? അതിനു മുമ്പ് ഒരാൾ ഡിസൈൻ ചെയ്യണം. അതിനൊക്കെ വെളിയിലുള്ള ബുദ്ധി ആവശ്യമാണ്. ആ വിശേഷ ബുദ്ധി ആവശ്യമായിട്ടുള്ള ഒന്ന്, വെളിയിൽ നിന്നുള്ള ബുദ്ധി ആവശ്യമായിട്ടുള്ള ഒന്നിനെ നമ്മൾ മെക്കാനിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയും, യാന്ത്രിക സംഘാടനം എന്ന് പറയും. അങ്ങനെ സംഘടിപ്പിച്ചു വെച്ചാണ് ബൈക്ക്. പുഴയിലെ വെള്ളം ഒഴുകുമ്പോൾ അവിടുത്തെ കല്ലുകളൊക്കെ കിടന്ന് ഉരുണ്ടുരുണ്ട് മണലാവും. ഈ കരിങ്കല്ലായിട്ട് നിൽക്കുന്ന സാധനം ഉരുണ്ടുരുണ്ട് കുറെ കാലം ഉരുണ്ടുരുണ്ട് ഉരുളങ്കല്ലുമായി മാറുന്നത് എങ്ങനെയാണ്? മെക്കാനിക്കൽ ഓർഗനൈസേഷനിലെ വെളിയിലുള്ള ഒരാൾ സ്വാധീനിക്കുന്നതല്ലേ. പുഴ വേണമെന്ന് വെച്ച് ബൈക്ക് മെക്കാനിക്ക് ബൈക്ക് ഉണ്ടാക്കിയ പോലെ ഈ പുഴ വേണമെന്ന് വെച്ചിട്ടാണോ ഈ സാധനത്തെ ഉരുട്ടിയത്? പുഴ ഒഴുകിയത് കൊണ്ടാണ് ഇത് കല്ലുരുണ്ടത്, ശരിയാണ്. പക്ഷെ പുഴ വേണമെന്ന് വെച്ച് ചെയ്തതാണോ? അല്ല. അത് ചെയ്തു പോകുമ്പോൾ തനിയെ സംഭവിച്ചതാണ്, അല്ലെ? അതിനെ പ്രേരിത സംഘാടനം അല്ലെങ്കിൽ ഇൻഡ്യൂസീവ് ഓർഗനൈസേഷൻ എന്ന് പറയും. പ്രേരിത ഒരാൾ പ്രേരിപ്പിച്ചത്. പുഴയുടെ പ്രേരണ കൊണ്ട് ഉണ്ടാവുന്നതാണ്. പുഴയുടെ ഒഴുക്കിന്റെ പ്രേരണ. പുഴയുടെ ഒഴുക്കിന്റെ പ്രേരണ. ഒരു സംഭവം സംഭവിക്കുമ്പോൾ അതിന്റെ പ്രേരണ കൊണ്ട് ഉണ്ടാവുന്നത്, അത് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഒരു ബുദ്ധി വേണമെന്നില്ല അതിന്. മറ്റേത് യാന്ത്രികമാണ്. ഇത് മെക്കാനിക്കലി ആ സാധനം ഓർഗനൈസ് ചെയ്യാൻ വെളിയിലൊരു വിശേഷ ബുദ്ധി ആവശ്യമുണ്ട്. ഇവിടെ അതല്ല. ഇത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങള് കുറച്ചുപേര് ഒരിടത്ത് വട്ടം കൂടി നിൽക്കുന്നു. അപ്പോഴാണ് ഈ റോഡിൽ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് അതിലെ ഒരു കാറ് വരുന്നത്. നിങ്ങൾ വഴിമാറി കൊടുക്കുന്നു, കാറ് പോകുന്നു, വീണ്ടും നിങ്ങൾ കൂട്ടമാകുന്നു. ശരിയല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ആരെങ്കിലും പറഞ്ഞു തരണം.
ഇത് രണ്ടിന്റെ ഇടയിൽ, ഈ പുഴ ഒഴുകുന്നതിന്റെയും കാറ് വരുന്നതിന്റെ ഇടയിലുള്ള വേറൊരു സംഭവം, ഒരു ചെറിയ സംഭവമുണ്ട്. ഒരു ചെറിയ ഇതിൽ നിന്നും അതിലേക്കുള്ള ഒരു മാറ്റമുണ്ട്. ഒരു ഡോറ് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഒരിടത്ത് നമ്മൾ ഇങ്ങനെ മുട്ടുന്നുണ്ട്, അതുകൊണ്ട് നേരെ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വലിച്ചടയ്ക്കുന്നു. അങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ വലിച്ചടയ്ക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ 2 വശവും തേഞ്ഞ് ഇത് തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തമാകുന്ന ഒരു അവസ്ഥ വരും അല്ലേ. കർഷണം ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും, ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും. എന്നാലും ഈ സംഭവം അങ്ങനെ കൃത്യമായിട്ട് രണ്ടും പൊരുത്തമാകുന്ന ഒരു അവസ്ഥ സംഭവിക്കും. അങ്ങനെ സ്വയം സംഘടിതമാകാം, പ്രേരിപ്പിച്ച് സംഘടിതമാകാം. ഇതിന്റെ ഇടയിൽ എവിടേക്കോ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി പലതരം സംഘാടനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സ്വയം സംഘടിക്കുന്ന വസ്തുക്കളെയാണ്, അതായത് നമ്മളിപ്പോ ഇന്നലെ ആദിമൂല വസ്തുക്കൾ മുതൽ ഇങ്ങനെ ചേർന്ന് വരുന്ന കാര്യം പറഞ്ഞപ്പോ 2 വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ അവയ്ക്കിടയിൽ പുതിയൊരു സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോ ഞാനെന്നുള്ള വ്യക്തിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തുമാതിരി സ്വാതന്ത്ര്യമാണ്. ഇങ്ങോട്ട് ചെരിയാം, ഇങ്ങോട്ട് ചെരിയാം, ഇങ്ങോട്ട് ചെരിയാം, ഇങ്ങോട്ട് ചെരിയാം. ഞാൻ ബസ്സിൽ കയറി ഇരിക്കുക, എനിക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ചരിഞ്ഞിരിക്കാം, ചാരിയിരിക്കാം അല്ലെ. ആ സീറ്റിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിരിക്കുകയാണ്, ഒരാൾ കൂടെ വന്നു, നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കും, കോറിലേറ്റ് ചെയ്യും. ഇരിക്കുന്ന സമയത്തോ നമുക്ക് മുൻപോട്ടും പുറകോട്ടും ചായ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, കാരണം അപ്പുറത്തിപ്പുറത്തെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് തന്നെ അവസ്ഥ. അപ്പൊ രണ്ടുപേരുടെയും സ്വാതന്ത്ര്യത്തിൽ കുറച്ച് കുറവ് വരും. അവിടെ പുതിയ പൊരുത്തമാകൽ എന്നുള്ളത്, അനുരൂപപ്പെടൽ എന്നുള്ള ഒരു പുതിയ സംവിധാനം അവിടെ ഉണ്ടാവും. അപ്പോ 2 വസ്തുക്കൾ കൂടി ചേരുമ്പോൾ അവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാവും, പുതിയൊരു സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി ഓരോ തലങ്ങൾ കഴിയുന്നതോറും ഈ സ്വഭാവങ്ങൾ കൂടി വരും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു കൂടിയ സ്വഭാവമാണ് ഈ സ്വയം പരിചരണ സ്വഭാവം, അല്ലെങ്കിൽ സ്വയം സംഘാടന സ്വഭാവം എന്ന് പറയുന്നത്. സ്വയം പരിചരിക്കാനും സ്വയം നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്വഭാവം. അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ജീവശാസ്ത്രത്തിന് ആ സാധനത്തെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ജീവശാസ്ത്രം പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസവും അല്ലെങ്കിൽ DNA-യും RNA-യും ലിപ്പിഡും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് ജൈവവസ്തു എന്ന് പറയുന്നത് എന്നാണ് ബയോളജി പറയാ അല്ലെ. മരിച്ച വസ്തുക്കളിൽ നോക്കിയാൽ DNA ഉണ്ടാവില്ലേ? മരിച്ച മനുഷ്യനെ നോക്കിയാൽ ഉണ്ടാവില്ലേ? ഈ സാധനങ്ങളുടെ ഈ ഘടകങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അപ്പോ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ അളന്നിട്ടാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത് ജീവനെ അളക്കുന്നത്. അളക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ ജീവൻ? അല്ല. ഒരു വസ്തു എന്ന് പറയുന്നത് അതിന് ഒരിക്കലും അളക്കാൻ പറ്റുന്ന ഭൗതികമായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് ഘടകങ്ങൾ അതിൽ കൂടെ ഉണ്ട്. ഈ ഘടകങ്ങളും കൂടെ ചേരുന്ന ഒന്നാണ് ഇതിന്റെ സമഗ്രമായിട്ടുള്ള അവസ്ഥ. ഇവയെല്ലാം കൂടെ ചേരുന്ന ഒരവസ്ഥ. അപ്പോ ഈ ജൈവ വസ്തുക്കൾക്ക് ഉണ്ടാവുന്ന 3 സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് പറയുന്ന 3 ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഒരു ഘടനാപരമായിട്ടുള്ള സമഗ്രത ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് നല്ലൊരു ശരീരം ഉണ്ടാവും, ഒരു പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തി എടുത്ത ഒരു ശരീരം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണോ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ശരീരത്തിനനുസരിച്ചുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. ഈ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന രീതിയും ഉണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? അപ്പൊ എന്റെ ശരീരത്തിൽ ഒരു കല്ല് നിൽക്കുക, കല്ലിന്റെ സ്വഭാവം എന്താണ്? മിണ്ടാതിരിക്കുക. എന്നുവെച്ചാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള അവസ്ഥ, ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ് കല്ലിന്റെ സ്വഭാവം. ഒന്നും ചെയ്യാത്തതാണ് സ്വഭാവം. പട്ടിയുടെ സ്വഭാവം വാലാട്ടുക, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കല്ല് മൂത്രമൊഴിക്കുക, നിങ്ങളുടെ പരിപാടി. പട്ടിയുടെ സ്വഭാവത്തിൽ കല്ലിന് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കല്ലിന്റെ സ്വഭാവം. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്, സ്റ്റാറ്റിക് ആയിട്ട് സ്ഥിതമായിട്ടിരിക്കുക, അനങ്ങാതിരിക്കുക എന്നുള്ള അവസ്ഥ സൂക്ഷിക്കലാണ്. ഈ കല്ലിന്റെ സ്വഭാവം അതാണെങ്കിൽ കല്ലിന്റെ പ്രവൃത്തി എന്താണ്? വല്ലതും ചെയ്യോ? ഒരു പ്രവൃത്തിയും ചെയ്യില്ല, മിണ്ടാതിരിക്കും അല്ലെ. മിണ്ടാതിരിക്കും, മ്യൂട്ടായിരിക്കുക. സ്ഥിരാവസ്ഥ സ്വഭാവം. ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥ എന്താണ്? സ്ഥിരം. എന്താ ചെയ്യുന്നത് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ കാര്യത്തിൽ എടുത്താലോ, മനുഷ്യന് ജീവനുള്ള ഒരു ഘടനാ സമഗ്രതയിൽ ഒരു ശരീരമുണ്ട്. അവന്റെ ശരീരമാണ് അതിന്റെ ഭൗതികാവസ്ഥ. അതിന്റെ സ്വഭാവവിശേഷം എന്ന് പറയുന്നതാണ് ജീവൻ. അതിന്റെ പ്രവൃത്തി, എന്ത് പ്രവൃത്തി എന്നുള്ളതാണ് അതിന്റെ മനസ്സ്. പ്രവൃത്തി എന്ന് വെച്ചാൽ ധർമ്മം എന്ന് പറയും.
ധർമ്മത്തെ ചലിപ്പിക്കുന്ന രൂപത്തിലാക്കുന്നത് എന്താണ്? കർമ്മമാണ്. അതവിടെ ഇരിക്കട്ടെ. മനസ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ജീവശാസ്ത്രത്തില് വിശദീകരിക്കാത്ത ഈ ഒരു സ്വഭാവം, സ്വയം പരിചരിക്കുന്ന സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക. ഈ വ്യവസ്ഥകൾക്കുള്ള ജൈവ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാ വ്യവസ്ഥയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. ഒരു വ്യവസ്ഥ അതിന്റെ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. രണ്ടാമത്തെ സ്വഭാവം എന്താണ്? ഇത് കാലത്തിനനുസരിച്ച് ഓരോ ചക്രങ്ങളിൽ കൂടെ കടന്നു പോകും. ദിനരാത്രങ്ങളിൽ കൂടെ, രാത്രിയും പകലുകളിൽ കൂടെ കടന്നു പോകും. കോശങ്ങൾ ഉണ്ടായി വലിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്, ഇവ ഓരോന്നിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഓരോന്നിന്റെ അകത്ത്. ഞാനെന്നുള്ളത് മനുഷ്യരാശിയുടെ അകത്താണ് ഇരിക്കുന്നത്. മനുഷ്യരാശി എന്ന് പറയുന്നത് ജീവരാശിക്ക് അകത്താണ് ഇരിക്കുന്നത്. ജീവരാശി എന്നുള്ളത് ഭൂമിക്കകത്താണ് ഇരിക്കുന്നത്. എന്റെ അവയവങ്ങൾ എനിക്കകത്താണ് ഇരിക്കുന്നത്. കലകൾ അവയവങ്ങൾക്കകത്താണ് ഇരിക്കുന്നത്. കോശങ്ങൾ കലകൾക്കകത്താണ് ഇരിക്കുന്നത്. അല്ലേ? അപ്പൊ ഓരോന്നിനകത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നെസ്റ്റഡ് ഹൈറാക്കി എന്ന് പറയും. നെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ, കൂടായ വ്യവസ്ഥ എന്ന് പറയും. പിന്നെയോ നെറ്റ്വർക്ക്, സൈക്കിൾസ്, കൂടായ വ്യവസ്ഥ, പിന്നെ ഫ്ലോ. നമ്മൾ മുമ്പേ ഇവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്. ഊർജത്തെ നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, വെളിയിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഒരു കണ്ണാടി പോലെയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പാത്രം പോലെ വെളിയിൽ നിന്ന് ഇങ്ങനെ വരുന്നു, വെളിയിൽ പുറത്തേക്ക് കൊടുക്കുന്നു. ഒരു ഡാം പോലെ നമ്മൾ റിസർവോയർ ആണ്. വെളിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു, അതിനെ നമ്മൾ ചില ചാനലിലേക്ക് കൂടെ അങ്ങോട്ട് കടത്തി വിടുന്നു. അപ്പൊ നമ്മൾ എല്ലാ വ്യവസ്ഥവും ഒരു ചാലകങ്ങൾ, ഓരോ ചാലകമാണ്. എല്ലാ വ്യവസ്ഥകളും ചാലകങ്ങളാണ്. ഫ്ലോ ഉണ്ട് നമ്മുടെ അകത്തുകൂടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ കാലത്തും എല്ലാ വ്യവസ്ഥകളും വളർന്നുകൊണ്ടിരിക്കും. വളർച്ച എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല വളർച്ച എന്ന് പറയുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവുക, പുതിയ രീതികൾക്കനുസരിച്ച് സ്വഭാവം മാറ്റുക. ഇതെല്ലാം വളർച്ചയുടെ ഭാഗങ്ങളാണ്. ശരീരം വളരുന്നതോ ഒരു പ്രത്യേക വളർച്ച കഴിഞ്ഞാൽ പിന്നെയും വളർന്നിട്ടുണ്ടെങ്കിലോ അതിനകത്തിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാണ്ടാവും. ആ വ്യവസ്ഥയ്ക്ക് കേടായിരിക്കും. ഒരു കൂട് വളർന്ന് വലിയ കൂടിനേക്കാളും വലുതാവാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു പ്രത്യേക അവസ്ഥ കഴിഞ്ഞാൽ ഈ കൂട് വളരാത്ത അവസ്ഥയിലേക്ക് അത് തന്നെ ക്രമപ്പെടുത്തും. ഇതിനെ ഡൈനാമിക് ബാലൻസ് എന്ന് പറയും. ഡൈനാമിക് ബാലൻസ്. അതുപോലെ തന്നെ വളർച്ചയുള്ള ഓരോ വസ്തുക്കളും ഇപ്പൊ ഓരോ ഡൈനാമിക് ആയിട്ടുള്ള സിസ്റ്റവും ഓരോ രീതിക്ക് അനുസരിച്ച് വളർന്നു വരുന്നു. ഓരോ തരം പ്രവൃത്തികളിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്നതിനനുസരിച്ച് ആ വസ്തുവിന്റെ, ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് അധ്വാനിക്കുകയാണ്, എന്റെ ശരീരത്തിൽ തേയ്മാനം ഒരുപാട് കൂടും. എന്റെ ശരീരത്തിൽ എന്താ പറയാ അവയവങ്ങളെല്ലാം ക്ഷീണിക്കും. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴോ ഡൈനാമിക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയമുള്ള ഒരു പ്രവർത്തനമാണോ അതോ മറ്റെന്തെങ്കിലും പ്രേരണയാലുള്ള ഒരു പ്രവർത്തനം? ഡൈനാമിക് സ്വയമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സ്വയമാണ്. മറ്റൊന്നിന്റെ പ്രേരണ കൊണ്ടല്ല, സ്വയമാണ്. പക്ഷെ ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്നത് വേറെതിന്റെ സ്വാധീനം കൊണ്ടും ഉണ്ടാകാം. നമ്മൾ ഇവിടെ പറയുന്ന സംഭവം സ്വയമാണ്. പക്ഷെ ഡൈനാമിക് ബാലൻസ് വേറെതിന്റെ അവസ്ഥ കൊണ്ടും ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഈ വ്യവസ്ഥാ നിയമം പഠിച്ചു കഴിയുമ്പോൾ അവിടെയും അത് സ്വയമാണ്. കാരണം എന്റെ ശരീരത്തിനകത്ത് മാത്രമല്ലല്ലോ ഈ സ്വയം സംവിധാനമുള്ളത്, വെളിയിലും അതുണ്ട്. കാരണം ഈ വെളിയിലത്തെ കൂടിനും സ്വയം സംവിധാനമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. എന്റെ വണ്ടിയിൽ മാത്രമല്ല ബ്രേക്ക്, നിന്റെ വണ്ടിയിൽ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഓരോരുത്തരും വണ്ടി വെളിയിൽ ഇറക്കുന്നത്, അല്ലേ? അപ്പോ ഇത് സ്വയം സംഭവിക്കുന്നതാണ്, അങ്ങോട്ട് പറഞ്ഞിട്ട് സംഭവിക്കുന്നതല്ല. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. ഒരു പൂച്ച എവിടെ ഇരിക്കുന്നു, ആ പൂച്ചയുടെ നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പൂച്ച അവിടെ സ്ഥലം വിടും. പൂച്ച ഇരിക്കുന്നതിന് നമ്മൾ 2 ഡിഗ്രി മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച അവിടെ തന്നെ ഇരിക്കും, അനങ്ങില്ല. അപ്പൊ ഇതൊരു തരം ഡൈനാമിസമാണ്, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചലനാത്മക ചേർച്ചയാണ്. അപ്പോ ഈ ചലനാത്മക ചേർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ ഞാൻ മുമ്പേ പറഞ്ഞത്. ഇപ്പൊ ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, നമ്മൾ കുറേയേറെ അധ്വാനിച്ചു, നമ്മുടെ ശരീരമൊക്കെ ക്ഷീണിച്ചു കഴിയുമ്പോൾ ശരീരം ഉടനെ തന്നെ നമ്മളോട് ആവശ്യപ്പെടും ഒരിടത്ത് വിശ്രമിക്കാൻ. അപ്പൊ നമ്മൾ ഒരിടത്ത് ഇരുന്ന് വിശ്രമിക്കുമ്പോൾ ശരീരം എന്താ ചെയ്യുക? ശരീരം ഈ കേടായ കോശങ്ങളെ മുഴുവൻ നന്നാക്കിയെടുക്കും. എവിടെയൊക്കെ സാധനങ്ങൾ കേട് വന്നിട്ടുണ്ട് അവയെല്ലാം മാറ്റിയിടും. ഇതെല്ലാം സ്വയം സംഭവിക്കും. നമ്മള് സാധാരണ അവസ്ഥയിൽ നിന്നും മാറി എത്രത്തോളം യാത്ര ചെയ്യുന്നു അത്രത്തോളം ശരീരത്തിൽ എക്സർജി എന്ന് പറയുന്ന ഒരു
തെർമോഡൈനാമിക്കൽ എനർജി നമ്മുടെ ശരീരത്തിൽ കൂടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വിശ്രമം കിട്ടുന്നു, വിശ്രാന്തി എന്നുള്ള അവസ്ഥ, റീപോസ് എന്നുള്ള അവസ്ഥ നമുക്ക് എപ്പോൾ കിട്ടുന്നു, അപ്പോൾ നമ്മൾ പതുക്കെ കുറഞ്ഞു വന്നിട്ട് ശാന്തിയിലേക്ക് വന്നിട്ട് ശരീരം ഏറ്റവും ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോഴേക്കും ശരീരത്തിലെ കേടായ കോശങ്ങളൊക്കെ മാറ്റി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ശരീരം അതിന്റെ റിപ്പയറിംഗ് എല്ലാം നടത്തും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥകൾക്കും ഈ സ്വയം നിയന്ത്രണ സംവിധാനമുണ്ട്. ഈ വളർച്ച ഒരു കാര്യം മനസ്സിലാക്കണം, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പരിധിയേ ഉള്ളൂ. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ശരീരം വളരില്ല. അതുവരെ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്, അതിനപ്പുറത്തേക്ക് വളരില്ല, എക്സ്പാൻഡ് ചെയ്യില്ല. ഇത് സ്വയം നിയന്ത്രണ സംവിധാനത്തിലൂടെ കടന്നു പോകലാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവയെല്ലാം സ്വയം സംഭവിക്കലാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ പരിസ്ഥിതിയെ, പ്രകൃതിയെ നാം സംരക്ഷിക്കേണ്ടതുണ്ടോ? എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിനൊരു കേട് വന്നാൽ കോശം തന്നെ റിപ്പയർ ചെയ്തിടും. നമ്മുടെ ശരീരത്തിന് കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ റിപ്പയർ ചെയ്തിടും. അങ്ങനെയുള്ളപ്പോ ഭൂമിക്ക്, ഈ കോശത്തിന് അറിയുന്ന കാര്യം ഭൂമിക്ക് അറിയായിരിക്കും, ശരിയല്ലേ? ഭൂമിയെ സംരക്ഷിക്കേണ്ടതില്ല, കാരണം ആ പണി ഭൂമിക്കറിയാം. പിന്നെന്തിനാ നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്നത്, നമ്മൾ ഈ പരിപാടി നടത്തുന്നത്? ഭൂമി നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ. പ്രകൃതിയെ സംരക്ഷിക്കാനോ നശിപ്പിക്കാനോ മനുഷ്യന് കഴിയില്ല. നമ്മൾ ഭൂമിയെ നശിപ്പിക്കുന്നേ ഇല്ല. എവിടെ? ഈ ഉപരിതലത്തിൽ അവിടെ ഇവിടെ മാന്തുന്നതോ അടിയിലേക്ക് കുഴൽ കുഴിക്കുന്നതോ. നിങ്ങളുടെ മേലെ കൊതുക് വന്നിരുന്നു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം ഇങ്ങനെ ആക്കും. ഒന്നും പറ്റില്ല, ഒരു തല്ലു കൊടുക്കും, അല്ലെ? അത് ചത്തും പോകും, ശരിയല്ലേ? അസ്വസ്ഥത തോന്നിയ ഏത് ജീവവസ്തുവൊന്നും ഇളകിയിരിക്കില്ലേ? അങ്ങനെ ഹിമാലയത്തിലൊന്നും ഇളകിയിരുന്നില്ലേ? എന്തായി? ഈ കെട്ടിയ കോൺക്രീറ്റ് എവിടെ? ഉണ്ടാക്കിയ ഹനനമൊക്കെ എവിടെ? ആ പ്ലാസ്റ്റിക് എവിടെ? അതിന്റെ കാണുമൊക്കെ പോയി നോക്ക്. നല്ല ഉണ്ടോ അവിടെ? ബാക്കി ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എന്റെ മീശയുടെ താഴെയാണ്, മീശയുടെ മുകളിലാണെന്നുള്ളത് എന്റെ ശരീരമാണെന്ന് പ്രകൃതിക്കുണ്ടാവുള്ളൂ. വേദന വന്ന് ഇപ്പൊ കാലിലൊരു മുള്ളു കൊണ്ടു, മര്യാദക്ക് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. തലയിൽ അടി കിട്ടി, അപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, കാലിൽ മുറിഞ്ഞാലും ശരി, തലയിൽ മുറിഞ്ഞാലും ശരി, ചെവി മുറിഞ്ഞാലും ശരി, വയറിന്റെ അകത്തൊരു ചെറിയ മുറിവ് വന്നാലും ശരി, നമുക്ക് നമ്മുടെ ഒരു ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയില്ല. നമ്മളിപ്പോ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ സംരക്ഷിക്കേണ്ടത് ആരെയാണ്? നമ്മളെയാണ് സംരക്ഷിക്കുന്നത്. പ്രകൃതി സംരക്ഷിക്കാനുള്ള ശേഷിയൊന്നും മനുഷ്യർക്കായിട്ടില്ല, ആവൂല. മനുഷ്യരെ കൊണ്ട് പറ്റുന്ന പണിയല്ല പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ദയവേത് ആ പരിപാടി നിർത്തുക. നമ്മളെ കൊണ്ട് പറ്റാത്ത പണിയാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയില്ല, സംരക്ഷിക്കേണ്ടതുമില്ല. സംരക്ഷിക്കേണ്ടത് പ്രകൃതി നമുക്കിട്ട് പണി ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മെ സംരക്ഷിക്കുക, നമ്മളെ നോക്കുക. ആ പണിയെ നമുക്ക് നടക്കുള്ളൂ. അപ്പോ ഏതൊരു ജൈവ സംവിധാനത്തിനും സ്വയം നിയന്ത്രണ സ്വഭാവമുണ്ട്. സ്വയം നിയന്ത്രിക്കാനുള്ള ആ സ്വഭാവത്തിന്റെ ഇടയിൽ ഇപ്പോ ഒരു മാലിന്യം ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ മാലിന്യത്തെ അങ്ങനെ തള്ളും. മാലിന്യമുണ്ടോ ശരീരം അതിനെ തള്ളും. ജീവനുള്ള സംവിധാനം ശരീരത്തിനകത്തേക്ക് ആ സംവിധാനത്തിന് പറ്റാത്തൊരു സംവിധാനത്തിന് അതിനോട് മാറ്റി അതിന് ഏതാണോ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പുക തുപ്പുന്നു, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നു. ഇതൊക്കെ പ്രകൃതിക്ക് താങ്ങാൻ പറ്റാത്തതാണോ? താങ്ങാൻ പറ്റാത്ത ആണെങ്കിൽ ഇന്നിവിടെ അതൊന്നും കാണുന്നു. അവിടെ അടുത്ത് താങ്ങാൻ പറ്റാണ്ട് വന്നു, അപ്പൊ അതിന് തിരിച്ചിട്ടു, ദോശ എടുത്ത് മറിച്ചിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മള് പ്രകൃതിക്ക് ഇവിടെ നടത്തുന്ന ഹനന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയുടെ മുന്നിൽ നമ്മള് നടത്തുന്ന ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ്, അതായത് ഇങ്ങനെ ആയ നടക്കില്ല എന്ന് പ്രകൃതിക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് പണിയാകുന്ന എന്തൊക്കെ പണികളാണ് നമ്മൾ കാണിക്കുന്നത്? ഭൂമി തുറന്നെടുക്കുന്നത്, പിന്നെ കുന്നുകൾ നശിപ്പിക്കുന്നത്, മണല് വാരുന്നത്, കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത്, കെട്ടിടങ്ങൾ കുറെ അനാവശ്യമായിട്ട് പണിതുണ്ടാക്കുന്നത്,
മഴവെള്ളം ഭൂമിയിൽ നിർത്താതെ കടലിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നത്, നദിയെ തടഞ്ഞു നിർത്തുന്നത്, ഇതൊക്കെ നടക്കണില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രധാന ഹനന പ്രവർത്തനങ്ങൾ. ഇതൊക്കെ നടക്കണില്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണില്ലേ? അത് വരാൻ പോകുന്നൊരു കാര്യം അല്ല, വരാൻ പോകുന്നൊരു കാര്യം സംഭവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. എങ്കിലും നമ്മളൊക്കെ ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഈ ഭൂമിയിലെ ആളുകളൊക്കെ നിലനിൽക്കുന്നില്ലേ? എന്ന് വെച്ച് ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ ഭൂമിക്ക് ശേഷിയുണ്ടെന്നാണ് അർത്ഥം. അതിനെതിരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭൂമിക്ക് ശേഷിയുണ്ടെന്നാണ് അർത്ഥം. കാരണം വെച്ചാൽ നമ്മൾ ഭൂമിയെ കണക്കാക്കുന്നത് വളരെ ചെറുതായിട്ടാണ്. ഭൂമി എന്ന് പറയുന്നത് അതുമാതിരി ചെറിയ സൈസൊന്നുമല്ല. വല്ലാത്ത സൈസും വല്ലാത്ത ശേഷിയും വല്ലാത്ത കഴിവും വല്ലാത്ത അറിവുമാണ് ഭൂമിക്ക്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ശരിക്കും നമ്മൾ കൊടുക്കുന്ന പണി ഇവിടെ ഒന്നുമല്ല, ഈ ചെയ്യുന്ന ചെയ്ത്തിലൊന്നുമല്ല നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ. ഞാൻ ഈ അടുത്തൊരു വിഷയത്തിലേക്ക് ഇക്കോബയോളജി എന്നുള്ള വിഷയത്തിൽ നിന്ന് ഞാൻ ബയോളജിക്കലായിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും ആണ് കാര്യം. ഒരു ജൈവ വസ്തു അതിന്റെ മൊത്തം സംവിധാനത്തെയും അതിന്റെ അകത്തുള്ള മുഴുവൻ സംവിധാനത്തെയും നിയന്ത്രിക്കാനുള്ള ശാന്തമാക്കി വെക്കാനുള്ള, ശരിയാക്കി എടുക്കാനുള്ള ശേഷി ഉണ്ടാവും. അതിന്റെ അകത്തുള്ള ആളുകളൊക്കെ കൂടെ പ്രക്ഷുബ്ധമായി പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ അതിന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ശാന്തിയിലേക്ക് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തിടാൻ ആ ജൈവ സംവിധാനത്തിന് കഴിയും, അല്ലെ? അപ്പോ ഭൂമി എന്നുള്ള ജൈവ സംവിധാനത്തിന് സ്വയം ഹീൽ ചെയ്ത് സ്വയം ചികിത്സിച്ച് എല്ലാ കാര്യങ്ങളെയും ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെയുള്ളപ്പോ അതിന്റെ ഒരു ഘടകം മാത്രമായിട്ടുള്ള മനുഷ്യൻ തലകുത്തി നിന്നിട്ട് ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം വെച്ചാൽ സ്വയം നിയന്ത്രണ സംവിധാനം ഉള്ള ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ സ്വയം നിയന്ത്രണ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നാം അതിൽ ഒരു ആഘാതവും ഒരു സംരക്ഷണ പ്രവർത്തനം ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാൻ ഏക്കില്ല. അതല്ല ചെയ്യേണ്ടത്. സംരക്ഷിക്കേണ്ടത് നാം നമ്മളെയാണ്. അതൊരു വശം. രണ്ടാമത്, ഇവിടെ ഇത്രയേറെ ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടും ഇത്ര നാശാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഇതൊന്നും സംഭവിക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ ഇപ്പോഴും ശേഷിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് ഇക്കോ ബയോളജിയെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ആകെയുള്ളത്. ആകെയല്ല, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് എന്ത്, എങ്ങനെ, എപ്പോ എന്നൊക്കെ പറയേണ്ടതുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ജീവസംവിധാനത്തിന്റെ ഒരവസ്ഥയാണ് ശരീരം എന്ന് പറഞ്ഞത്. ശരീരത്തെ കുറിച്ചാണ് ഭൗതികവാദം പറഞ്ഞത്. എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എവിടെ കൊടുക്കണം, എവിടെ സ്വിച്ച് ഇട്ടാൽ എവിടെ ലൈറ്റ് കത്തുന്നൊക്കെ പറയുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. ജീവസ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. അടുത്തത് ഇതിന്റെ ധർമ്മപരമായിട്ടുള്ള ചില അവസ്ഥകളെ കുറിച്ചാണ്. ധർമ്മപരമായിട്ടുള്ള അവസ്ഥ പറയുമ്പോൾ കർമ്മപരമായിട്ടുള്ള അവസ്ഥ എന്ന് കണക്കാണ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ധർമ്മപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മനസ്സെന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, ഒരു സ്വയം നിയന്ത്രണ സംവിധാനം എന്ന് വെച്ചാൽ എന്താണ്? അത് സ്വയം നിയന്ത്രിക്കുന്നു, അല്ലെ? കാര്യങ്ങൾ എന്ത് ചെയ്യണോ അത് ചെയ്യുന്നു എന്നുള്ളത്. എന്ത് ചെയ്യണം ആരാ തീരുമാനിക്കുന്നത്? സ്വയം നിയന്ത്രണ സംവിധാനത്തിൽ തനിയെ തീരുമാനിക്കുന്നു. ആ തനിയെ തീരുമാനിക്കാൻ എന്ത് എവിടെ വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ടല്ലോ. അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്രവർത്തന രീതികളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ചില തിരിച്ചറിവുകളുണ്ടല്ലോ. ഇവയെല്ലാം കൂടെ ചേർന്ന പ്രകൃതിയുടെ സ്വയം തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആ സംവിധാനത്തെയാണ് നാം ഇക്കോ സൈക്കോളജി എന്ന് പറയുന്നത്. പ്രകൃതിക്ക് സൈക്കോളജി എന്ന് വെച്ചാൽ അറിയാലോ, മനഃശാസ്ത്രം. പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്താണ്? എന്തെവിടെ വേണം, എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളത് തിരിച്ചറിയലാണ്. എന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളില്ലേ, ഇവ ഓരോന്നിന്റെയും തിരിച്ചറിവിന്റെ ആകത്തുകയാണ്. മദ്യപിക്കുന്നത് എനിക്ക് കേടാണ്, ശരിയല്ലേ? മദ്യപിച്ച് ശീലിച്ച എന്റെ ശരീരം കെട്ടിറങ്ങി കഴിയുമ്പോ വീണ്ടും തോന്നുന്നു മദ്യപിക്കാൻ. ശരീരത്തിന് മദ്യപിക്കുന്നത് കേടാണ്. പക്ഷെ മദ്യത്തിന്റെ അവയവങ്ങൾ ശരീരത്തിന്റെ അവയവങ്ങൾ പറയുന്നത് സമയമായി നമ്മൾ ശീലിച്ചിട്ടുള്ളതാണ് എനിക്ക് മദ്യം വേണമെന്ന്. അപ്പൊ അകത്തുള്ള വ്യവസ്ഥ പറയുന്നു, ശരീരം എന്താണ് ആദ്യം സ്വീകരിക്കുക? ഞാൻ ശരീരത്തിന് മദ്യപിക്കുന്നത് കേടാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുകയോ, ഉള്ളിൽ നിന്നുള്ള വിളി
അതെ സമയമായി സാനന്ദ എന്ന് പറയുന്ന സ്വീകരിക്കും. അകംവ്യവസ്ഥകൾ എങ്ങനെ വേണമെന്ന് വിചാരിക്കണോ അതാണ് ശരീരം സമ്മതിക്കുക. ശരി തന്നെയല്ലേ? തർക്കമില്ലല്ലോ. ഇത് വൈരുദ്ധ്യാത്മകമാണ്. ഇത് വളരെ കോൺട്രയായിട്ട്. അതെ, ഇല്ലാത്തവയിലും ഉണ്ട്. ഇല്ലാത്തവയിലും ഉണ്ട്. ഇല്ലാത്തതിൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ ആയിരിക്കില്ല. ഉള്ളവയ്ക്ക്, ജീവനുള്ളവയ്ക്ക് ഇതിന്റെ എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഇന്റേണൽ സാധനത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഉപബോധ മനസ്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഈ അകത്തുള്ള ഘടകങ്ങൾ, എന്റെ ശരീര കോശങ്ങളെല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോ മോൻ കുറച്ച് ഇങ്ങോട്ടേക്ക് പറയും. ഷാജഹാന്റെ തലയിൽ അതന്നെ ചാരിയിരിക്കാം. അതെ, ഇത് പ്രേരിത അങ്ങനെയല്ല, ഇത് പ്രേരിത സംഘാടനം. പക്ഷെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വയം സംഘാടനമാണ് അല്ലെ? ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വയം സംഘടിച്ചതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പ്രേരിത സംഘാടനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ അകത്തെ ഘടകങ്ങളില്ലേ, ഇപ്പൊ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു വലിയ സാധനത്തിന്റെ അകത്തെ ഘടകങ്ങളെ കൂടെ ചേർന്നിട്ട് ഉള്ളതാണ് വ്യവസ്ഥ അല്ലെ? അപ്പോ അകത്തുള്ള വസ്തുക്കൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള മനസ്സുണ്ടാവുമല്ലോ. ഈ മനസ്സുകളുടെ തോന്നല് എന്താണോ അതിനനുസരിച്ചായിരിക്കും ശരീരം പ്രവർത്തിക്കുക. ശരീരം എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്നത് അകത്തുള്ള ആളുകളാണ്. ശരിയല്ലേ? ശരീരം എന്ത് ചെയ്യണം തീരുമാനിക്കുന്ന അകത്തുള്ള ആളുകളാണ്. കള്ളു കുടിക്കുന്ന ശരീരത്തിന് കേടാണെന്ന് ശരീരത്തിന് മനസ്സിലായ പോലും അകത്തുള്ള ആളുകളൊക്കെ കൂടെ പറയണേ വൈകുന്നേരമായി ബീവറേജ് അടയ്ക്കണ പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അത് കേൾക്കും അല്ലേ? കേട്ട് 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 അവസാനം എന്താവും? സംഭവം കേടാവും. അല്ലെങ്കിലോ ശരീരം ഒരു തീരുമാനം എടുക്കും. അതെ, നീ പറഞ്ഞനുസരിച്ച് ഞാൻ പോയി എനിക്കിപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പോകാൻ വയ്യ, എനിക്ക് വയ്യ, മൊത്തത്തിൽ വയ്യ, ദേ കിടക്കണം. കിടക്കാൻ ഇയാൾ തയ്യാറായില്ലെങ്കിൽ ഇയാൾക്ക് കേടായി കഴിഞ്ഞാൽ പിന്നെ കേടാവുന്ന ആർക്കാണ്? ഇതിന്റെ വെളുത്ത വ്യവസ്ഥയില്ലേ, അയാൾക്കാണല്ലോ കേട്. അയാൾക്കൊരു പണി കൊടുക്കും. പോണ വഴിക്ക് അപ്പുറത്തുകൂടെ പോണ ബൈക്ക് ഇയാളുടെ കാലിൽ കൂടെ കയറി ഓരോട്ടിയത് ദേ കിടക്കണം കാല്. 3 മാസം ബെഡില് കണ്ടുപിടിക്കാൻ പറ്റും. മദ്യം വേണ്ട, വരില്ല. അങ്ങനെ ആഗ്രഹമൊന്നും വരില്ല. ആ സാധനം അവിടെ കിടക്കും. എന്നുവെച്ചാൽ അത് തീരുമാനിക്കും. എക്സ്റ്റേണൽ വ്യവസ്ഥ തീരുമാനിക്കും. എന്നുവെച്ചാൽ ഇവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവൻ തീരുമാനിക്കും. അകത്തുള്ള ആള് നേരാമണം പ്രവർത്തിച്ചില്ലെങ്കിൽ പുറത്തുള്ള ആള് തീരുമാനിക്കും. മനുഷ്യന്മാര് വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹിമാലയം തീരുമാനിച്ചു, ഭൂമി തീരുമാനിച്ചു, അവിടെ കൊണ്ട് പരത്തിയിട്ട് പോയി. പക്ഷെ അതുവരെയുള്ള ഒരു സമയമുണ്ട്. അത് എത്തുന്ന വരെയുള്ള, ഇടിച്ചു നിൽക്കുന്ന വരെയുള്ള ഒരു സമയമുണ്ട്. ആ സമയം വരെ അകത്തുള്ള ആള് പറയുന്നത് പുറത്തുള്ള ആള് കേൾക്കും. ഞങ്ങൾ പാലക്കാട്ടുകാരായിട്ടുള്ള അകത്തുള്ള ആളുകൾ എന്താ പറയുന്നത് അറിയോ? ഞങ്ങളുടെ മണ്ണൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണം, ഷേവ് ചെയ്ത പോലെ ചെത്തിക്കോരി കിടക്കണം. ഒരു ചെടി മുളച്ചാൽ വൃത്തികേട, ഒരു പച്ചിപ്പ് കണ്ട കാട് പിടിച്ച് കിടക്കണം, പാമ്പുണ്ടാവും, ഭയങ്കര പ്രശ്നം. പാലക്കാട്ടുകാർ മുഴുവൻ വിചാരിക്കുക. അപ്പൊ ഞങ്ങൾ പാലക്കാട്ടുകാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണുന്ന പ്രദേശത്ത് നമ്മൾ മരുഭൂമി എന്നാണല്ലോ പറയാ. എന്നാ പിടിച്ചോ മരുഭൂമി. മരുഭൂമികളുടെ താഴെയുള്ള ശിലകളുടെ ആ സ്വഭാവത്തിലേക്ക് പാലക്കാടിന്റെ കീഴിലുള്ള മറ്റേ പാളികൾ മാറിപ്പോവാണ്. അതിന്റെ സ്വഭാവം, അതിന്റെ കെമിക്കൽ നേച്ചർ തന്നെ മാറിപ്പോകുന്നു. സ്ട്രക്ചറൽ ആയിട്ട് ചേഞ്ച് ഉണ്ടാകുന്നു. കാരണം അകത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതെ ബീവറേജ് അടയ്ക്കാറായി, വേഗം പോയി സാധനം വാങ്ങിച്ചിട്ടോ, എനിക്ക് സാധനം ഇപ്പൊ വേണം. ശരീരം കേൾക്കാതിരിക്കോ? കേൾക്കും. ഏതുവരെ? ശരീരത്തിന് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാകുന്നവരെ ശരീരം കേൾക്കും അല്ലേ? അപ്പൊ നമ്മള് ഇത് പാടില്ല, ചെടി പാടില്ല, ഒരു കൊടി പാടില്ല, കുന്ന് പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെയുള്ള ഒരു ധാരണയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതിനനുസരിച്ച് ഭൂമി അതിന്റെ പ്രവർത്തന സ്വഭാവത്തിൽ മാറ്റം വരുത്തും.
ഈ ചോള ചേരന്മാരുടെ കാലം മുതൽ നമ്മളിവിടെ കാർഷിക സംസ്കാരം കൊണ്ടാടിയവരാണ്. കൃഷിയാണ് വലിയ കാര്യം. ആ കൃഷിയിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ കൃഷി എന്നുള്ളത് തൊഴിലായിട്ട് എടുത്ത് അതിനനുസരിച്ച് ജീവിച്ചു പോകുന്ന സമയത്ത് ഉയർന്ന കാർഷിക ഉത്പാദനം ഉണ്ടാകണം. അതിനനുസരിച്ചുള്ള ഉപഭോഗം ആരെങ്കിലും ചെയ്തോളൂ, നമ്മളല്ലല്ലോ, വേറെ ആർക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അത് നഗരവൽക്കരണത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കൃഷി ചെയ്തു. അവസാനം ഈ കൃഷിയിടങ്ങളിലൊന്നും തന്നെ ഒരൊറ്റ ചെടിയില്ല. തമിഴ്നാട്ടിലേക്ക് അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന്റെ സ്ഥലത്തിന്റെ നടുവിൽ ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ ഒരു വേപ്പുമരം ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ കൈവശം വയ്ക്കുന്ന സമയത്ത് ഉപരിവ്യവസ്ഥ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കും കുറെ നാൾ. കാരണം അകം വ്യവസ്ഥയും പുറം വ്യവസ്ഥയും തമ്മിൽ ഒരു ആശയവിനിമയമുണ്ട്. എനിക്കപ്പം വെള്ളം വേണമെങ്കിൽ ഞാൻ പൊന്നിയോട് പറയുന്നു, അല്ലെങ്കിൽ ചൂച്ചയോട് പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന്. നമുക്ക് വാക്കുകളുണ്ട്. കുഞ്ഞ് അമ്മയോട് വാക്കുകളിലൂടെ പറയേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് മനസ്സിലാകും കുഞ്ഞിന് വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് മനുഷ്യന്റെ കാര്യത്തിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഭാഷയും വാക്കും ഒക്കെ വന്നത്. മനുഷ്യന്റെ കാര്യത്തിൽ എത്തിയപ്പോ ഭാഷയും വാക്കും ഒക്കെ വന്നു. അതിന് താഴെയുള്ള വ്യവസ്ഥകളിലോ ഭാഷ ആവശ്യമില്ല, ഈ വാക്ക് ആവശ്യമില്ല. അതല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാ നടക്കുന്നത്? അകത്ത് കോശങ്ങളുടെ നിർമ്മാണം നടക്കണമെങ്കിൽ, മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കണമെങ്കിൽ നിർമ്മാണ വസ്തുക്കൾ ആവശ്യമുണ്ട്, പോഷക വസ്തുക്കൾ ആവശ്യമുണ്ട് അല്ലെ. ശരീരത്തിനകത്ത് ആവശ്യമല്ലേ, പോഷകങ്ങൾ ആവശ്യമാണല്ലോ. പോഷകങ്ങൾ ആവശ്യമാണെങ്കിൽ അവയവം നമ്മളോട് എന്താ ചോദിക്കുക? ഭക്ഷണം താന്ന് ചോദിക്കും അല്ലെ. കോശങ്ങള് കലകളോട് ചോദിക്കും, കലകൾ അവയവത്തോട് സ്റ്റൊമക്കിനോട് ചോദിക്കും. ആ ചോദ്യം ഒന്നും നമ്മൾ അറിയുന്നില്ല. പോട്ടെ, നമ്മൾ അറിയുന്നത് മറ്റേ കാര്യമാണ്. വിശക്കണം, ചോറ് അല്ലെ. വിശപ്പ് വന്നാൽ നിങ്ങളാരും ഉണ്ടായിരിക്കും. ചില പ്രത്യേക നിയമങ്ങളുടെ പുറത്തല്ലാണ്ട് വിശപ്പ് വന്നാലും ഭക്ഷണം കഴിക്കാതിരിക്കില്ല അല്ലേ. അപ്പൊ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊടുക്കും അല്ലെ. അകത്തുനിന്ന് ഒരു ചോദ്യം വന്നാൽ പുറത്തുനിന്ന് അത് കൊടുത്തിരിക്കും. കുഞ്ഞുങ്ങൾ ഇതിപ്പോ ഇവരൊക്കെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അതേ, ബിസ്ക്കറ്റ് ശരീരത്തിന് ഭയങ്കര കേടാണ്. എടാ അവിടെ പാക്കറ്റിൽ കുറച്ച് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കടയിൽ ബിസ്ക്കറ്റ് ഇരുന്നാൽ മതി. അമ്മ ബിസ്ക്കറ്റ് അതൊന്നും വേണ്ട, അമ്മ ബിസ്ക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞില്ലേ, അമ്മ ബിസ്ക്കറ്റ് നിക്ക് ഞാൻ ഇപ്പൊ വാങ്ങിച്ചത്. ആണ് അമ്മമാര്. അമ്മ കുഞ്ഞിന് കൊടുത്തിരിക്കും. കുഞ്ഞ് ചോദിച്ചാൽ അത് കൊടുത്തിരിക്കും. അവിടെ ധർമ്മബോധമല്ല, സ്നേഹമാണ് വർക്ക് ചെയ്യുക. കൊടുക്കൽ വാങ്ങലിന് സ്നേഹമാണ് വർക്ക് ചെയ്യുക. അമ്മയും കുഞ്ഞിനും തമ്മിലുള്ള ബന്ധത്തില് ഒരിക്കലും ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്, വികാരമാണ്. ഈ വികാരത്തിലൂടെ സഞ്ചരിക്കുന്ന ഊർജ കണത്തിന്റെ പേര് ക്വസ്റ്റോൺ അല്ലെങ്കിൽ അർത്ഥനാകണം എന്നാണ്. അർത്ഥനാകണം പ്രവഹിച്ചു കഴിഞ്ഞാൽ, അർത്ഥനാകണത്തിന് തോട്ടിയുടെ സ്വഭാവമാണ്. മാവിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ മാങ്ങയും പറിച്ചിട്ടേ വരൂ. അർത്ഥനാകണം അർത്ഥന ചെയ്യുക, ക്വസ്റ്റ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. എനിക്ക് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടുക, ആവശ്യപ്പെട്ട് നേടുക. എന്താണോ വേണ്ടത് ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കുന്ന സാധനമാണ് അർത്ഥന എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കണമാണ് അർത്ഥനാകണം. അർത്ഥനാകണത്തെ നിങ്ങൾക്ക് പരിചയമില്ല എന്ന് പറയോ? അറിയില്ലല്ലോ. വിശപ്പ് അനുഭവിക്കാത്തവരാരും ഇല്ലല്ലോ ഇവിടെ. വിശപ്പ് അനുഭവിക്കുന്ന സമയത്ത് അർത്ഥനാകണമാണ് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. എവിടേക്കാ സഞ്ചരിക്കുന്നൂടെ മനസ്സിലാക്കണം. നമ്മള് കൂടായ വ്യവസ്ഥ എന്ന് പറഞ്ഞു അല്ലെ. കോശങ്ങൾ കലകൾ എന്നുള്ള കൂടിനകത്ത് ഇരിക്കുന്നു, കലകൾ അവയവം എന്നുള്ള കൂടിനകത്തിരിക്കുന്നു, അവയവം ഈ വയറെന്നുള്ള അവയവം ഞാൻ എന്നുള്ള കൂടിനകത്തിരിക്കുന്നു, ഞാൻ എന്നുള്ളത് സമൂഹം എന്നുള്ള കൂടിനകത്തിരിക്കുന്നു അല്ലെ. അപ്പോ ഞാൻ എന്നുള്ള അവസ്ഥ അല്ലെ, എന്റെ വയറ് ഒരു അവയവമാണ്. വയറ് ഇരിക്കുന്നത് ഏത് കൂടിനകത്താണ്? ഞാൻ എന്ന കൂടിനകത്താണ് അല്ലെ. വയറ് എന്നോട് ചോദിക്കുന്നു വിശപ്പ് വേണമെന്ന്. അപ്പോ അകത്തെ കൂട് പുറത്തെ കൂടിനോട്, അല്ലെങ്കിൽ അകത്തെ വ്യവസ്ഥ പുറത്തെ വ്യവസ്ഥയോട് ചോദിക്കുന്നു വേണമെന്ന്. ആ വിനിമയത്തിൽ ഉപയോഗിക്കുന്ന കണത്തിന്റെ പേര് ആണ് അർത്ഥനാകണം എന്ന് പറയുന്നത്. ഡിമാൻഡ് ചെയ്യുന്ന, എനിക്ക് വേണം എന്ന് പറയുന്ന ഡിമാൻഡ് ചെയ്യുന്ന ആ കണത്തിന്റെ പേര് അർത്ഥനാകണം എന്നാണ്, അർത്ഥനാബലം എന്നാണ്. അങ്ങനെ അർത്ഥന ചെയ്യുമ്പോൾ തിരിച്ചു കൊടുത്തിരിക്കും.
മനസ്സെന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് തിരിച്ച് കിട്ടിയിരിക്കും. നാം എങ്ങനെ വിഭാവനം ചെയ്യുന്നോ അതിനനുസരിച്ച് തിരിച്ച് വന്നിരിക്കും. നമ്മുടെ നാട് മുഴുവൻ മുട്ടയായിട്ട് കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇതൊക്കെ മരുഭൂമിയാണെന്ന് കുറെ കാലം 3-4 തലമുറയായിട്ട് നമ്മൾ കാട് വെട്ടിയിരിക്കുന്നത്. അവിടെ ചെടി, എൻ്റെ അച്ഛൻ വന്നിട്ടേ ഇവിടെ ചെടി നിൽക്കണമെന്ന് കഴിഞ്ഞാൽ വീട് സൂക്ഷിക്കാൻ അറിയില്ല, പറമ്പിൽ മുഴുവൻ ചെടി വളർത്തുകയാണ്, ഇഴജന്തുക്കൾ വരും, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പറയുന്നത് എല്ലാം ക്ലീൻ ആയിരിക്കണം. അത് ഇപ്പോഴാണ് അത് തുടങ്ങിയത്. പുള്ളിയും പുള്ളിയുടെ അപ്പനപ്പൂപ്പന്മാര് മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി. കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മുഴുവനുള്ള സ്വഭാവമാണ് ഇതൊക്കെ പരന്ന് കിടക്കുന്നത്. ഞങ്ങൾ പാലക്കാട്ടുകാരുടെ കാര്യം ഉറപ്പാണ്. ഒരു സാധനം പൊങ്ങി വരാൻ പാടില്ല. ഇനിയുണ്ടല്ലോ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വെട്ടിപ്പിളിപ്പിക്കേണ്ട കാര്യമില്ല, തനിയെ സംഭവിക്കുകയാണ്. പിന്നെ മനസ്സിലല്ലേ, തനിയെ സംഭവിക്കുകയാണ്. അല്ല, ഇത് ക്വസ്റ്റ് ചെയ്യാണ്. പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് പിന്നെ അത് അങ്ങനെയാണ് സംഭവിക്കുക. ഇവിടെ ചെടി വളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മഴ കുറയണം, പക്ഷികൾ കുറയണം, വിത്തുതരണം നടത്താനുള്ള പക്ഷികൾ കുറയണം. നോ സപ്പോർട്ട് നീഡ്. അതെ, മരങ്ങൾ ഇല്ലാതാകാനുള്ള വഴിയാ പറഞ്ഞു. വെള്ളം കുറയണം, ചെടികളും കുറയണം, കാലികൾ കൂടണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും മെനക്കെടേണ്ട കാര്യമുണ്ടോ? അതിന് മഴ കുറയാൻ നമ്മൾ ശ്രമിക്കണം, പക്ഷികൾ കുറയാൻ നമ്മൾ ശ്രമിക്കണം. ആവശ്യമില്ല. നോ ഹെൽപ്പ് നീഡ്. തനിയെ സംഭവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതെല്ലാം വെട്ടിവെളിപ്പിക്കുന്നതാണ്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോരുത്തരും പോയിട്ട് മരം വെച്ച് പിടിപ്പിക്കുന്നത്. മുളയ്ക്കോ? അതൊരു പക്ഷെ മുളയ്ക്കുമായിരിക്കും. ഇയാൾ തലകുത്തി നിന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അധ്വാനം കൊണ്ട് ഒരു പക്ഷെ മുളച്ചേക്കാം. ഇപ്പൊ കൂടും തപ്പി നടക്കണ്ട, മരം വെച്ചു ഇനി അതിനൊക്കെ കൂടുവാണല്ലോ, കൂടും തപ്പി നടക്കണം. തനിയെ നടക്കേണ്ട ഒരു പണി ഈ ഒരാള് ഏറ്റെടുത്തിരിക്കുക. ഭൂമിയിൽ തനിയെ നടക്കേണ്ട ഒരു പണി ഒരാൾ ചെയ്യാൻ ഏറ്റെടുക്കുക. എന്തൊക്കെ ചെയ്യണം? മരം വെക്കണം, വെള്ളമൊഴിക്കണം, കൂട് വെക്കണം, അതിനുവേണ്ടി പണം എവിടെ കിട്ടുന്നറിയാൻ തെണ്ടണം, കുടുംബം നോക്കണ്ടേ സമയത്ത്. നമുക്ക് അതിന്റെ വളരെ കോൺട്രാഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കും. പ്രകൃതിയിൽ സ്വയം സംഭവിക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ ഏറ്റെടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ മിണ്ടാണ്ടിരിക്കാണ്. എന്തുമാതിരി സ്ട്രെയിനാണ് ഒരാളെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഷാജഹാൻ ഒരു 2 മാസം വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഓട്ടോ ഓടിക്കാൻ മാത്രം ചെയ്യുന്നുള്ളൂ, ഞാൻ കുടുംബം മാത്രം നോക്കിയിരിക്കട്ടെ. ഈ വെച്ച ചെടിയുടെയൊക്കെ അവസ്ഥ എന്തെങ്കിലും. അല്ല, ഞാൻ പറഞ്ഞത് ഓട്ടോറിക്ഷ ഓടിക്കുന്നു, മരത്തിന്റെ കാര്യം നോക്കണ പരിപാടി നിർത്തിവെക്കണം. നിർത്തിവെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിക്കലും പണം ഉണ്ടാക്കലും വീട്ടുകാരെ നോക്കലും മാത്രം നടക്കുന്നു. അപ്പൊ അവര് ജീവിച്ചു പോകും. ഈ ചെടികളുടെ കാര്യം എന്താവും? അപ്പൊ എന്തുകൊണ്ടാണ് ഷാജഹാൻ കൂട് അന്വേഷിക്കണം? ഈ വെച്ച സാധനം നിൽക്കണ്ടേ അവിടെ? കാരണം 24 മണിക്കൂറും ഈ 100 ചെടിയുടെ അരികിൽ നിൽക്കാന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. ഇനി ഷാജഹാൻ മറ്റു പണികളെല്ലാം വെച്ചിട്ട് ചെടികളെ നോക്കാന്ന് മാത്രം വിചാരിച്ച് നടന്നാലും 100 ചെടി ഒരേ സമയത്ത് നോക്കാൻ നടക്കില്ല. അപ്പൊ അതിന് കൂട് വെക്കണം. അതാണ് കൂട് അന്വേഷിക്കുന്നതിന്റെ കാര്യം. ഇത് സാധ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഷാജഹാൻ മറ്റു ജോലികൾ മാത്രം ചെയ്യുന്നതെങ്കിൽ ഈ 100 ചെടിയിൽ ഒരു ചെടി പോലും അവിടെ നിൽക്കില്ല. കാലിദിനും ഇതൊന്നും അല്ലെങ്കിൽ ഇനി അഥവാ കാലികൾക്ക് തോന്നുകയാണ് പോട്ടെ അതവിടെ നിന്നോട്ടെ വിചാരിച്ചത് മനുഷ്യന്മാര് വിടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വളരേണ്ടതല്ലേ? കിളിയില്ല, വിതരണം ചെയ്യാൻ കിളിയില്ല, വിതരണം ചെയ്യാൻ ഷാജഹാനാണ്. ഇഷ്ടം പോലെ കാലികളായി. ഒരു ഷാജഹാൻ വിചാരിച്ച നിൽക്കില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെച്ചോണ്ടിരിക്കുന്നത് കൂട് കെട്ടട്ടെ. ഇതിനും അപ്പുറത്ത് ഷാജഹാൻ വെക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഈ പ്രദേശത്ത് പാടില്ല എന്ന് പഞ്ചായത്ത് മുതൽ ആരോഗ്യ വകുപ്പ് മുതൽ ഇവിടെയുള്ള സ്കൂളുകളിലും കോളേജുകളിലുമുള്ള പരിസ്ഥിതി ക്ലബുകൾ വരെ. പരിസ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? കൃഷി ചെയ്യുക. പരിസ്ഥിതി ക്ലബിന്റെ പരിപാടി കൃഷി ചെയ്യുക, പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക, ചെടികൾ വളർത്തേണ്ട ആവശ്യം. അവിടേക്ക് വേറൊരു ചെടിയും വരാൻ പാടില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചില പരിസ്ഥിതി ക്ലബുകൾ നോക്കുന്നത്. വേറൊരു ചെടിയും വെക്കാൻ സമ്മതിക്കില്ല ഈ പച്ചക്കറികളാണ്.
അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഇത്രയേറെ ആളുകളുടെ ഇടയിൽ രൂഢമൂലമായിരിക്കുമ്പോൾ അവരിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതാണല്ലോ ഈ ക്വസ്റ്റോൺ ആയിട്ട് വരുന്നത്, അല്ലെ? അർത്ഥനാകണമായിട്ട് വെളിയിൽ വരുന്നത്. ഇത് ഭൂമിയിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവഹിക്കുന്നില്ലേ? ഈ സാധനം നടപ്പിലാവുമല്ലോ. ഇത്രയും പേര് ഇങ്ങനെയല്ല, ഇവിടെ ചെടിയും പൊടിയൊന്നും പാടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷാജഹാനല്ല, അതുപോലെ 100 ഷാജഹാൻ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോ നടപ്പിലാകണമെങ്കിൽ എപ്പോഴും ചെയ്യണം, ഈ ആളുകളെ കൊണ്ട് ഇത് ആഗ്രഹിപ്പിക്കണം. വെറും ബോധവൽക്കരണം മാത്രമല്ല ഇത്. അപ്പൊ ഇത് എവിടെ നിന്ന് തുടങ്ങണം? ഇത് ഓരോ വ്യക്തിയും അവരവന്റെ കുടുംബത്തിൽ ചെയ്ത, ഇപ്പൊ എനിക്കും മനസ്സിലാവണം ചെടി വേണമെന്ന്. ഇത് രത്നാകരൻ പറഞ്ഞ രീതിയിൽ ഓരോ വീട്ടിലുമാണ് നടക്കുന്നത്. ഈ വീട്ടിൽ പറയാം, ആ വീട്ടിൽ പറയാം, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും അറിയാമെങ്കിൽ ഇവിടെ ചെടി വളർന്ന ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ ചെടി വളർന്ന അവനും കൂടെ വേണ്ടിയിട്ടാണെന്ന് അവന് ബോധ്യം വന്നാൽ പിന്നെ അവൻ ഇത് വെട്ടാൻ പറയോ? ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ എന്നുവെച്ചാൽ എല്ലാം പരന്ന് കിടക്കണം എന്നുള്ള മനോഭാവം വരുമ്പോ വെളിയിൽ നിന്നും അതിന് കാരണങ്ങളെല്ലാം തനിയെ വന്നോളൂ. ഇതെല്ലാം തനിയെ സംഭവിക്കുന്നതാണ്. പ്രകൃതി ഇതെല്ലാം നടപ്പിലാക്കലാണ്. ഇവിടെ ഈ നാശമുണ്ടാകാൻ അകാലത്തിൽ കാരണമാകുന്നത് ആരാണ്? ശരിക്കും പ്രകൃതി തന്നെയാണ്, അല്ലെ? അതിന് കാരണമാണ് മനുഷ്യന്റെ മനോഭാവം. ഇവിടെ നടപ്പിലാക്കുന്നത് മഴ കുറയ്ക്കുന്നത് ആരാണ്? നമ്മളാ മഴ കുറയ്ക്കുന്നത് അല്ല, പ്രകൃതിയാണ്. പ്രകൃതിക്ക് മഴ കുറയ്ക്കാൻ കാരണമാകുന്നത്, പ്രകൃതിക്ക് മഴ കുറയ്ക്കൂ എന്നുള്ള കമാൻഡ് കൊടുക്കുന്നത് നമ്മളാണ്. മനസ്സിലായോ? 3 സ്റ്റെപ്പ് ഇങ്ങനെ. മഴ കുറയ്ക്കുന്നത് പ്രകൃതി, മഴയില്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് നമ്മൾ. അപ്പൊ പ്രശ്നം നമുക്കാണ്. ഈ കമാൻഡ് കൊടുക്കുന്നത് അത് തന്നെ, പ്രശ്നം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ. നമുക്കിട്ട് പണി തരുന്നത് പ്രകൃതി തന്നെ. ശരിക്കും ഈ പ്രകൃതി നാശം എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിന്റെ പ്രധാന കാരണം പ്രകൃതി തന്നെയാണ്. പ്രകൃതി നമുക്കിട്ട് തരുന്നു, അതിന്റെ കാരണം നമ്മളാണ്, അതിന്റെ ഒറിജിൻ നമ്മളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ മനോഭാവത്തിൽ എന്ന് വെച്ചാൽ അവിടെ അവരല്ല മാറേണ്ടത്, നമ്മളാണ് ആദ്യം മാറേണ്ടത്. നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വശം ബോധ്യമായല്ലോ. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സുകള്, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഇഷ്ടം പോലെ മരങ്ങളുള്ള, കാടുകളുള്ള ഒരു ചിത്രമുണ്ടെന്ന് ഇരിക്കട്ടെ. പരന്നു കിടക്കുന്ന ഒരു ചിത്രം ഇവിടെ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. മുഴുവൻ കാടുകളിലുള്ള ഒരു മനോചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നിരിക്കട്ടെ. ഇതെല്ലാം മാറി വരും. നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു മനോചിത്രം കൂടുതൽ 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 ആളുകളിലേക്ക് എത്തിക്കലാണ്. കൂടുതൽ 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 ആളുകളിലേക്ക് ഇത്തരം ഒരു മനോചിത്രം ഉണ്ടാകാൻ പാകത്തിലുള്ള കഠിന തപസ്യ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടത് ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമോദയ സംഘങ്ങൾ ഉണ്ടാവും. ഗ്രാമോദയ സംഘങ്ങളില് ഓരോ വീട്ടിലെയും ഓരോരുത്തരെങ്കിലും ഉണ്ടായിരിക്കണം. ഗ്രാമോദയ സംഘത്തിന്റെ ഓരോ നടപടികളിലും വീട്ടിലെ എന്നുവെച്ചാൽ ഗ്രാമോദയ സംഘത്തിൽ അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും വീട്ടിലെ ഓരോരുത്തരെയും ഭാഗമാകുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാകണം. ഞാൻ 3 ഗ്രാമങ്ങളിൽ നടപ്പിലാക്കി നോക്കിയതാണ്. അത് വിജയിച്ചിരുന്നതാണ്. വിജയം സ്ഥായിയായിട്ടുള്ളതല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്, ഇപ്പൊ മൊത്തം തവിട് പൊടിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്, കൃത്യമായിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചറിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കൃത്യമായിട്ട് വിഷനിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ സംഭവം നടക്കും. നമ്മുടെ ബന്ധുത്വമന്നം എന്നുള്ള സംഭവമല്ലേ? കേൾക്കുമ്പോ എങ്ങനെയുണ്ട്? രാവിലെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോ ഇങ്ങനെ, ദിവസവും വൈകിട്ട് 7 മണിക്ക് തെരുവിന്റെ ഓരത്തിരുന്ന് അടുത്ത വീട്ടുകാരുടെ കൂടി ഈ സാധനം കേൾക്കുകയാണെങ്കിലോ. ഞാനും രാധയും എപ്പോ കണ്ടാലും അടിയാണ്. പക്ഷെ ഞാനും രാധയും വൈകുന്നേരമായ, രാധ ഒരു വീട്ടിലെ ഞാനൊരു വീട്ടിലെ, ഞാനും രാധയും വൈകുന്നേരം 7 മണിയായ ഷാജഹാൻ പറയണത് കേട്ടിട്ട് ഗ്രാമക്കൂട്ടത്തിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നൊരിടത്ത് ഇരിക്കുകയാണ്. ദിവസവും കേൾക്കണു ബന്ധുത്വമരണം, ഷാജഹാൻ പറയണു, ഞങ്ങൾ കേൾക്കണു. 10 ദിവസം കേട്ട് കഴിയുമ്പോൾ 15ാമത്തെ പ്രാവശ്യം രാധയെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അവിടെ പോകുന്നതിന് അർത്ഥമില്ലല്ലോ. മറ്റുള്ളവരുടെ സ്വന്തം മനസാക്ഷിക്ക് വേണ്ടി രാധയുടെ മുമ്പിൽ തന്നെ ഞാൻ പിന്നെ അവിടെ പോകുന്നത് എന്റെ ഈഗോയെ ബാധിക്കും, അല്ലേ? രാധയെ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോകുന്നതിന് യോഗ്യനല്ല, അപ്പൊ എന്റെ വില അവിടെ കുറയാണ് ചെയ്തത്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് 3 ഗ്രാമങ്ങൾ ഒറ്റക്കെട്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയുള്ള ഗ്രാമോദയ സംഘങ്ങൾ
എല്ലായിടത്തും ഉണ്ടാകണം. അവരെല്ലാം ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഹരിതവൽക്കരണ പരിപാടികൾ ഓരോ വീട്ടിലും നടപ്പിലാക്കുന്ന കാര്യം ചിന്തിക്കണം, ആലോചിക്കണം, അതിന് പദ്ധതികൾ നടപ്പിലാക്കണം, അതിൽ തൊഴിലിന് ഉറപ്പ് വേണം, വരുമാനം ഉറപ്പാക്കണം, ആരോഗ്യം ഉറപ്പാക്കണം, സുരക്ഷ ഉറപ്പാക്കണം. അത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് മാത്രമേ ഇനി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മള് പരിസ്ഥിതി എന്നുള്ള പേരിൽ കുറെ മരം നട്ടത് കൊണ്ടോ ചെടി നട്ടത് കൊണ്ടോ ഈ സാധനം അതിന്റെ അപ്പോ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന പന്ഥാവിലേക്ക് നമ്മളെല്ലാവരും നീങ്ങണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം